കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കലോത്സവമല്ല, കലാപോത്സവമാണ്. കോഴ ആരോപണവും മത്സരാർത്ഥികളെ തെരഞ്ഞുപിടിച്ചുള്ള മർദ്ദനവും പ്രതിഷേധവും അരങ്ങേറിയ മത്സരവേദികൾ. KSU പ്രവർത്തകനെ SFIക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയിൽ കേസെടുത്തെങ്കിലും പോലീസിനെതിരെയും ആരോപണമുണ്ട്. തുടർച്ചയായ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചിരിക്കുകയാണ്. വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മത്സരങ്ങളോ ഫലപ്രഖ്യാപനങ്ങളോ ഇനി ഉണ്ടാകില്ല. അതിനിടെ കലോത്സവം നിർത്തിവെച്ച തീരുമാനത്തിനെതിരെ മത്സരാർത്ഥികൾ പ്രതിഷേധ നൃത്തവുമായി രംഗത്തെത്തി. എറണാകുളം സ്വദേശിയും KSU പ്രവർത്തകനുമായ നിതിനെ SFIക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. തടിക്കഷ്ണം കൊണ്ടുള്ള മർദ്ദനത്തിൽ പരാതിക്കാരന്റെ പല്ലിന് പരിക്കുപറ്റിയതായി FIR-ൽ പറയുന്നു. സെന്റ് ഹാളിന് പുറത്തുനിന്ന വിദ്യാർത്ഥിയെ SFIക്കാർ കോമ്പൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് 16 പേർക്കെതിരെ കേസെടുത്തത്. പരിപാടിക്ക് പേര് നൽകുന്നത് മുതൽ തുടങ്ങി തുടർച്ചയായ വിവാദങ്ങളുണ്ടായ കലോത്സവമാണ് ഒടുവിൽ എങ്ങുമെത്താതെ അവസാനിച്ചത്. സംഘർഷത്തിന് പുറമെ വിധികർത്താക്കൾ കോഴ വാങ്ങുന്നു എന്ന വിവാദവും പ്രശ്നങ്ങൾ സങ്കീർണമാക്കി. ഈ സാഹചര്യത്തിലാണ് സമാപനവും പുരസ്കാര വിതരണവും ഒഴിവാക്കി കലോത്സവം അവസാനിപ്പിച്ചത്. മത്സരം ഫലപ്രഖ്യാപനവും ഉണ്ടായില്ല. വൈസ് ചാൻസലറുടെ തീരുമാനത്തെ സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. സർവകലാശാല കേന്ദ്രത്തിൽ ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ഡയറക്ടറും അതുപോലെ രജിസ്ട്രാറും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ VC എടുത്തിട്ടുള്ള ഇല്ലല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ സർവകലാശാല എന്ത് നിലപാടെടുക്കുന്നു അതിനോടൊപ്പം നിൽക്കുന്നുള്ള നിലപാടിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. ഇതിനിടെ കലോത്സവം നിർത്തിവെച്ച തീരുമാനത്തിനെതിരെ മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ നൃത്തം ചെയ്ത് പ്രതിഷേധിച്ചു. ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് ഒരു വഴി പറഞ്ഞ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് മത്സരിക്കണം ചേട്ടാ. ഞങ്ങള് പൈസ കൊടുത്തത് അതിനാ. ഞങ്ങൾക്ക് മത്സരിക്കണം. ഞങ്ങൾ ഇങ്ങനെ വെറുതെ കളിക്കണം. പ്രശ്നങ്ങളും പരാതികളും പരിഹരിച്ചതിനു ശേഷമാകും തുടർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.